സേലത്തോട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ജീവി ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ വന്നിട്ട് നിങ്ങൾ അയ്യോ വേഗം തിരിച്ചു പോണേന്ന് പറയാണ്ടിരുന്നാൽ മതി എന്നാണ് അവൾ പറഞ്ഞതിൻ്റെ ഇത് അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. നല്ല ചൂടായിരുന്നു. പിന്നെ ഇത് താഴ്ത്ത ഇവരുടെ ഓണർ മറ്റേ അത്തിപ്പഴമില്ലേ അത് ഉണക്കാനിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരുന്നു. നൈറ്റി വാങ്ങിയത് നന്നായി ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ ഇങ്ങോട്ട് വേണ്ടിയിട്ട് മാത്രം വാങ്ങിയതാണ്. ഇത് പിന്നെ ഇൻസ്റ്റയിൽ ഞങ്ങൾ ഒരു ആസ്ക് മീ ഇട്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് രാജസ്ഥാൻ നോർത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വരണ്ട് നിൽക്കുന്നതുകൊണ്ടാണെന്നാണ് തോന്നണേ കേട്ടോ. എനിവേയ്സ് അത് ജീവിയുടെ വീടാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ റിവീൽ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതാണ് കേട്ടോ ജില്ല്. ഇവൾ ഇവിടുത്തെ മെയിൻ ആളാണ്. ഇവളൊരു തെരുവ് നായയാണ്. ആൾ 2 പ്രസവമൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഇവള് ജീവിയുടെ സ്വന്തം ആളാണ്. ഇവളെ ജില്ലെന്നൊക്കെ വിളിച്ചാൽ വരെയൊക്കെ ചെയ്യും. ജീവിനെ ഭയങ്കര കാര്യമാണ്. ഇവളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ട് അപ്പം അങ്ങോട്ട് വാലാട്ടി ഭയങ്കര ഓടി വരും. നമുക്ക് പേടിയാവും. പക്ഷെ അത് സ്നേഹം കൊണ്ടാണ്. പോകാനൊക്കെ പറഞ്ഞാൽ പോയിക്കോളതാണ് നേരത്തെ പോയത്. ഞാനപ്പോൾ വിളിച്ചപ്പോൾ ഇവള് പിന്നെ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ നമ്മുടെ മുഖത്ത് കുരുവുണ്ടാവുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടാനൊക്കെ ഇലയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവനോട് പറഞ്ഞ് ആര്യവേപ്പിൻ്റെ ഇല ഇതാക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ഞാനവളും കൂടെ മുഖത്തിട്ടേക്കാണ്. എൻ്റെ നെറ്റിയുടെ നടുക്കന്നെ ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ മൊത്തമിട്ട് പിന്നെ നമ്മൾ കൊതുകുവലയൊക്കെ ഇട്ട് പുറത്ത് പോയി കിടന്നു.